ഇതെൻ്റെ ഫ്രണ്ട് ദീപ്തിയുടെ വീടാണ്. അപ്പോൾ പുതിയ വീടാണ്, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 4 കെട്ട് സ്റ്റൈലിലുള്ള വീടാണ്. അപ്പോൾ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ 2 സൈഡിലായിട്ട് എന്താ പറയുക, വുഡൻ്റെ 2 ചാരുകസേര, അടുത്ത് ഒരു മ്യൂറൽ പെയിൻറ്റ്, കുറച്ച് വുഡൻ്റെ പില്ലർ 2 എണ്ണം. അതായത് ഒരു വുഡൻ ടച്ച് കൊടുത്തൊരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ടൈല് നോക്കുമ്പോൾ താഴെ 2 ടൈപ്പിലുള്ള, അതായത് മോഡേണും ഉണ്ട്, അതേപോലെ ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു ടൈലുണ്ട്. അപ്പോൾ ഡോറ് ഞാൻ തുറക്കാണ്. ഡോറ് നമുക്കറിയാം, നമ്മുടെ ചിത്രത്താഴ് ഡോർ പോലത്തെ ഡോറാണ് അല്ലേ. തുറന്ന് കഴിയുമ്പോൾ നല്ല വെട്ടവും വെളിച്ചമുള്ളൊരു വീടാണ്. കാരണം ആ വീട് ഡിസൈൻ ചെയ്തത് ദീപ്തി തന്നെയാണ്. ദീപ്തി ഒരു സിവിൽ എഞ്ചിനീയറാണ്. അവരുടെ മെയിൻ ഉദ്ദേശം നാച്ചുറലായിട്ടുള്ള ലൈറ്റും വെന്റിലേഷനും ഒക്കെ നല്ല രീതിയിൽ വീട്ടിലുണ്ടാവണം. അപ്പോൾ ഇതിനവർ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 4 കെട്ട് സ്റ്റൈലാണെന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്ററിലൊരു ഓപ്പൺ സ്പേസ് ആയിരിക്കും അല്ലേ. പിന്നെ അവരുടെ സെറ്റി എല്ലാം വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്പേസിനോട് ചേർന്നൊരു ഊഞ്ഞാല സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഒരു കോർട്ട്യാർഡ് പോലെ അല്ലേ, അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ചില്ലാണ് കൊടുത്തിട്ടുള്ളത്, പെർഗോള. സോ ഒരുപാട് ലൈറ്റ് താഴോട്ട് എത്തുന്നു അല്ലേ, നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നു. പിന്നെ ഇവിടെ ഈ ഒരു റൂഫ് ഹൈറ്റ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഹൈറ്റിൽ റൂഫ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഫുൾ ഹൈറ്റാണ് ഫ്രണ്ടിലെ ലിവിങ്ങിൽ റൂഫ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ചില്ല് കൊടുത്തിട്ടുണ്ട്. സോ നല്ല വെട്ടവും വെളിച്ചവും ഉള്ളിലോട്ട് വരും. ഇനി ഈ ഒരു 4 കെട്ട് കഴിഞ്ഞിട്ടുള്ള ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ സൈഡിലായിട്ട് കിച്ചണുണ്ട്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കിച്ചണിനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗം ഓപ്പൺ, മറ്റൊരു ഭാഗം ഇതേപോലെ സിങ്കൊക്കെയുള്ള മറ്റൊരു പോർഷൻ. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഡൈനിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകാനൊരു ഡോറിട്ട്. ഇനി നമ്മൾ ആ ഒരു 4 കെട്ടിൻ്റെ ഭാഗത്ത് തന്നെ ഇരിക്കുമ്പോൾ പുറത്തുള്ള വാതിൽ, നേരെ നമുക്ക് പുറത്തോട്ടുള്ള വാതിലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണാം. വേറെ കട്ടിങ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ട് ബേ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബേ വിൻഡോസ് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള വുഡനാണ് കൊടുത്തത്. സോ എഗെയിൻ നല്ല വെളിച്ചം കാണാൻ പറ്റും. അപ്പോൾ ചുമരിൽ 4 കെട്ടിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയൊരു അമ്പലം സെറ്റപ്പ് വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാനും അതൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ചുമരിൽ ബെഡ്റൂമിലോട്ട് പോകുന്നതിൻ്റെ അതൊരു സൈഡിലൊരു വോളുണ്ട്. ആ വോളിലായിട്ട് അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്നല്ല, എല്ലാം ഒരേപോലത്തെ ബെഡ്റൂമാണ്. സോ ഇതൊരു ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമിന് ഓരോന്നിനും ഓരോ കളർ ടോണാണ്. അപ്പോൾ ഇതൊരു റോസും വൈറ്റുമാണ് മെയിൻ കളർ ടോൺ. ചെറിയൊരു ഷെൽഫ് അലമാര കൊടുത്തിട്ടുണ്ട്. വലിയൊരു അലമാരയുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ്. പിന്നെ ഇതൊരിടത്ത് പറയേണ്ട കാര്യമാണ്, എല്ലാ വാതിലുമേയും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മയിലിൻ്റെ ഡിസൈൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയും ഒരു മോട്ടിവേഷൻ കോട്ട്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, വോളുമേ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആവാതിരിക്കാൻ വേണ്ടി ആൾ തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ആ ഫ്രെയിമിനുള്ളിൽ കയറ്റി വെച്ചിട്ടുള്ളതാണ്. സോ ഇത് 2ാമത്തെ റൂമിൽ. ഇവിടെ നമ്മളൊരു പേസ്റ്റൽ ഗ്രീൻ കളറും വൈറ്റുമാണ് ടോൺ കൊടുത്തിട്ടുള്ളത്. മോൾക്ക് പഠിക്കാനുള്ള റൂമാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി ടേബിളും നമ്മൾ അതിൻ്റെ ഒപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. എക്സിറ്റ് ഭാഗത്ത് പുറത്തുനിന്നുള്ള വ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ബേ വിൻഡോ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ ഒരു ചെറിയ ടോയ്ലറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുറത്ത് നിന്ന്, അതായത് എക്സിറ്റ് ഭാഗത്തു നിന്ന് ഉള്ളിലോട്ടുള്ള വ്യൂ. ഇനി ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കണ്ടായിരുന്നു 2ാമത്തെ ഫ്ലോറിലോട്ട് കയറാൻ. ലിവിങ്ങിൽ 2 സ്റ്റോറിയുടെ ഹൈറ്റ് കൊടുത്തിട്ട് മേൽഭാഗത്ത്, അതായത് ഡൈനിങ് ഭാഗത്തൊക്കെ നമുക്ക് മുകൾ ഭാഗത്ത് റൂമുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കയറുന്ന കോണി കയറി പോകുന്ന ഭാഗത്തൊരു അക്വേറിയം വെച്ചിട്ടുണ്ട്. ആ കോണി നിങ്ങൾ നോക്കാം, വുഡിൻ്റെയും ടൈലിൻ്റെയും മിക്സാണ്. പിന്നെ ഹാൻഡ് റെയിലും ഒരു വ്യത്യസ്തമായിട്ടുണ്ടല്ലേ. പിന്നെ ഇത് പുറത്തോട്ടുള്ളൊരു ഡോറാണ്. അവിടെ കണ്ടോ ചില്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് കാണിക്കാം. എല്ലാ ഡോറിനും ഓരോരു കട്ടിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മയിലിൻ്റെ പീലിയുടെയോ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് മുകൾ ഭാഗത്തുനിന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. സോ എല്ലാം ഓപ്പൺ ആയിട്ട് ഒരുപാട് വെളിച്ചം വരുന്നുണ്ട്. ഇതൊരു റൂമാണ്, മുകൾ ഭാഗത്ത് റൂം. അപ്പോൾ മുകൾ ഭാഗത്ത് റൂമിലൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രെയിം പോലെ. ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഇതിൽ നിന്ന് നോക്കിയാലും താഴെ ഭാഗം കാണാം.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ്. ഇത് ചിലപ്പോൾ നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂം ആക്കാൻ പറ്റുന്ന ഒരു ഓക്കെ, ഇതാണ് ബാത്റൂം. ഓക്കെ. അപ്പോൾ ഇവിടെ ബാത്ത് ടബൊക്കെ വെക്കാനുള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അത് ഇപ്പോൾ വെച്ചിട്ടില്ല, പതിയെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും വലിയ ഒരു റൂമിൻ്റെ സൈസുള്ള ഒരു ബാത്റൂമാണ് ശരിക്കും പറഞ്ഞത്. അത് മറ്റൊരു സ്പെഷ്യൽ റൂമുണ്ട്. 4 റൂമാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ റൂമിൽ എന്താ പറയുക, ബാൽക്കണിയിലോട്ട് കിടക്കുന്നൊരു വാതിൽ വുഡൻ പ്ലസ് ഗ്ലാസ്സാണ്. അതുപോലെ എല്ലാം ഗ്ലാസ് കുറേ കൊടുത്തിട്ടുണ്ട്, അതായത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ അഗെയിൻ ഫ്രണ്ടിൽ ബാൽക്കണി, റൂമിൽ നിന്ന് ബാൽക്കണിയല്ല, കോമൺ ബാൽക്കണിയിലോട്ട് കിടക്കാനുള്ള വാതിലാണ്. അവിടെ നമ്മളൊരു ചാരുപടി സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ വുഡനാണ്, നല്ല വെട്ടവും വെളിച്ചവും കയറുന്ന പോർഷനാണ് അല്ലേ. അവിടെ ഇരുന്ന് താഴോട്ടുള്ള വ്യൂ, അത് താഴേക്ക് കുറച്ചും കൂടെ വൃത്തിയാക്കി സെറ്റായി കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള വ്യൂ അടിപൊളിയായിരിക്കും. ഒരു ചായയൊക്കെ എടുത്ത് ഭാഗത്ത് വന്നിരുന്ന് കുടിക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും തൊട്ടപ്പുറം എന്താണ്, ചില്ലാണ്. സോ നമുക്ക് താഴെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ താഴെ നിന്ന് നോക്കിയാൽ മുകളിലേക്കും കാണാം, മുകളിൽ നിന്ന് നോക്കിയാൽ താഴെയും കാണാം. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഫോട്ടോസ് എടുത്താണ്. ഇതാണ് നമ്മളുടെ എലിവേഷൻ. ഒക്കെ ഒരു 4 കെട്ടാണ്. ഉള്ളിലെ ചാരുപടിയും ഊഞ്ഞാലൊക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ആണ്. താഴെ ഇരിക്കുന്ന ആളാണ് ദീപ്തി കേട്ടോ. ഇതിൽ ദീപ്തിയുണ്ട്, ദീപ്തിയുടെ മോളുണ്ട്. ഏറ്റവും ബാക്കിലിരിക്കുന്നതാണ് ഞാൻ. ഇത് ദീപ്തി ഞങ്ങൾക്ക് വന്നത് പ്രമാണിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, റൂമിൻ്റെ ഉള്ളിലെ ഫ്രെയിം പോലത്തെ ഓപ്പണിങ്, അതാണിത്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തത്. ഇത് ഞങ്ങളെ വാട്ടർ അതോറിറ്റി പിള്ളേർ. ഇതാണ് വീടിൻ്റെ എലിവേഷൻ. സോ ഇത്രയായിരുന്നു ഹോം ടൂർ.